നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉഴുന്നുവടയാണ്. അപ്പോൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ക്രിസ്പി ആയിട്ട്, അതേപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഉഴുന്നാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുതിർത്ത് വെച്ചിരുന്ന ഉഴുന്നാണ്. ഒരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ കുതിർത്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് അത് നല്ലപോലെ വാല വെച്ചെടുത്തതാണ് കേട്ടോ. നല്ലപോലെ കഴുകിയിട്ട് ഒന്നുകൂടി വാല വെച്ചെടുത്തതാണ്. ഇനി നമ്മൾ ഈ ഉഴുന്ന് നല്ലപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല മഷി പോലെ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോ ബാച്ചായിട്ട് നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോകാതെ നല്ല കട്ടയായിട്ട് വേണം നമുക്ക് ഈ ഉഴുന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒട്ടും കൂടി പോകാതെ വേണം കേട്ടോ നമ്മളിത് അരച്ചെടുക്കാൻ. അപ്പോൾ കുറേശ്ശെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ ഒരുമിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അരച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മതി. കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ നമ്മുടെ ഉഴുന്നൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ മാവ് കറക്റ്റ് പരുവത്തിൽ ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവിൻ്റെ അരയ്ക്കുന്ന പരുവം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, കറക്റ്റ് പരുവം അറിയാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണ്. ഇതേപോലെ കുറച്ച് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് പോർഷൻ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊന്തി വരാണെങ്കിൽ നമ്മൾ ഉഴുന്ന് അരച്ചിരിക്കുന്ന പരുവം കറക്റ്റാണ് എന്നാണ് അർത്ഥം. കണ്ടില്ലേ, ഒട്ടും തന്നെ വെള്ളമായിട്ട് യോജിക്കാതെ നല്ലപോലെ കട്ടയായിട്ട് മുകളിലോട്ട് പൊന്തി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട റെഡിയാക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഉഴുന്നരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ പറയാണ്, നിങ്ങളിപ്പോൾ തലേ ദിവസം അരച്ചിട്ട് പിറ്റേ ദിവസമാണ് വട ഉണ്ടാക്കുന്നതെങ്കിൽ സവാള പിറ്റേ ദിവസം ചേർക്കുന്നതായിരിക്കും നല്ലത്. കാരണം സവാളയിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ മാവിലിരുന്നിട്ട് വെള്ളം ഇറങ്ങി വന്ന് ഒന്നുകൂടി മാവ് ലൂസാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ മാവിലിങ്ങനെ തലേ ദിവസം സവാള ഇട്ട് വയ്ക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തലേദിവസം അതായത് പിറ്റേ ദിവസം നിങ്ങൾ വട ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം സവാള ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ പിറ്റേ ദിവസത്തേക്കല്ല എടുക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് വളരെ കനം കുറച്ച് അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് കുരുമുളക് ചതച്ചതാണ് കേട്ടോ. ഫ്രഷായിട്ട് ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ മുഴുവനെപ്പാടുള്ളതും ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് നമ്മുടെ വടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ആയിരിക്കും നമ്മുടെ വടയ്ക്ക്. അപ്പോൾ ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്താൽ നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ അതേ ഒരു ടേസ്റ്റുള്ള വട ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ റവ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് 2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടായി പോകരുത്. ഒരുപാട് അരിപ്പൊടി ആയാൽ ഹാർഡായി പോകാൻ സാധ്യതയുണ്ട് വട. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ മാവ് ലൂസായിരിക്കുകയാണ്, ഒരുപാട് കുറച്ചും കൂടി കട്ടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അരിപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണ്, 2 ടീസ്പൂണിനേക്കാളും കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വട ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പുറമെ നല്ല ക്രിസ്പി ആയിട്ട്
ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നല്ല കട്ടിക്കാണ് മാവ് ഇരിക്കുന്നതെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് വെള്ളം വളരെ കുറച്ച് ഉപയോഗിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. നല്ല കട്ടിക്ക് തന്നെ മാവ് അതായത് ഉഴുന്ന് അരച്ചെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും യോജിച്ച് കിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഹോട്ടലുകളൊക്കെ നല്ല പോലെ ഇതേപോലെ കൈ വെച്ചിട്ട് നല്ല പോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കൈ വെച്ച് അടിച്ചടിച്ച് നല്ല പോലെ മിക്സാക്കി എടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ നല്ല പോലെ യോജിച്ച് കിട്ടും. ഇപ്പോൾ ദാ ഞാൻ നമ്മുടെ ഉഴുന്നുവടയ്ക്കുള്ള മിക്സ് നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ കാലത്തൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം 4 മണിക്കൊക്കെ നമുക്ക് ഈ വട ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 1 മണിക്കൂറാണ് ഇപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അതിനുശേഷം ഞാൻ വട ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മൂടി വെച്ചിട്ട് അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് വട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതേപോലെ തന്നെ ഇനി ഞാൻ കുറച്ച് വെള്ളം അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ ഒന്ന് മുക്കിയിട്ട് നമ്മൾ മാവ് എടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അതേപോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്നതും ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് കയ്യിൽ തടവിയായിരുന്നു. നമ്മുടെ ഉള്ളം കയ്യിൽ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വടയുടെ മിക്സ് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഉള്ളം കൈയിലേക്ക് വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ കൈ ഇങ്ങനെ ഇടയ്ക്ക് വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടി പിടിക്കാതെ കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് എന്തോരം വലിപ്പം വേണം അതിനനുസരിച്ച് നിങ്ങൾ മാവ് എടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോഴാണ് നല്ല ഷേപ്പിലുള്ള വട കിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാവ് കറക്റ്റ് പരുവത്തിലല്ല, ഒരുപാട് ലൂസാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടില്ലേ, നല്ലപോലെ ഷേപ്പാക്കാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെക്കുകയും ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഓയിൽ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ചൂടിലിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചല്ലോ അതേപോലെ ഷേപ്പാക്കിയിട്ടുള്ള വട നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരയ്ക്കും തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കാണിച്ചിട്ടില്ല, നേരത്തെ കാണിച്ചിരിക്കുന്നതിനും ഷേപ്പാക്കുന്ന രീതി, അത് കാരണമാണ് വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ ഇതേപോലെ ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരയ്ക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വട നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതേ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ വടയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ എല്ലാവരും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള വടയാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല പുറമെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.